നെഞ്ചുപൊട്ടി വിലപിക്കുകയാണ് ഉറ്റവർ. അതിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കാൻ പോവുകയാണ്. അതിൻ്റെയിൽ അന്വേഷണം ഇടപെടലൊക്കെ ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. 2 അധ്യാപകരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അധ്യാപകരുടെ സമ്മർദ്ദം ഈ കുട്ടിയുടെ മരണത്തിന് കാരണമായിട്ടുണ്ട് എന്ന നിലയിലാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെയുള്ളത്. CK വിജയൻ കണ്ണൂരിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കുമുണ്ട്. CK, ഈ അധ്യാപകരുടെ റോൾ എന്താണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ എത്രത്തോളം വ്യക്തത ഉണ്ടായിട്ടുണ്ട്? ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് വ്യക്തിപരമായി എനിക്കും അറിയാം, ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് നേരത്തെയും പല പരാതികളുണ്ടായിരുന്നു, രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ടായിരുന്നു. അവിടുത്തെ സിസ്റ്റം ശരിയല്ല, ചോദ്യം ചെയ്യാൻ കഴിയുന്നില്ലായിരുന്നു. നിസ്സഹായ അവസ്ഥ ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ് കഴിഞ്ഞ 1-2 വർഷമായി ഞാനുമായി പങ്കുവയ്ക്കാറുമുണ്ട്. നമ്മൾ ചില വാർത്തകളുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുകയും ചില വാർത്തകൾ പലയിടത്തും വരികയും ഒക്കെ ചെയ്തതുമാണ്. വിജയൻ, ഈ അധ്യാപകരുടെ റോൾ എന്താണ്? ഇതിൽ ഈ 2 അധ്യാപകർക്കെതിരെ ഒരു അധ്യാപകൻ്റെ കൂടെ പേര് പറയാതെ തന്നെ ആൾക്കാർ അവിടെ നിന്ന് പരാതി പറയുന്നുണ്ട്. അത് ആരാണെന്നുള്ള കാര്യവും നമ്മൾ അന്വേഷിക്കാം. ഏതായാലും ഈ കഴിഞ്ഞ കുറച്ച് സമയമായി നിരന്തരം ഡോക്ടർ സംഗീതയെയും അതോടൊപ്പം തന്നെ ഡോക്ടർ റാമിനെയും കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഡോക്ടർ റാം ഫോൺ ഡിസ്കണക്ട് ചെയ്യുകയും സംസാരിക്കാൻ വില്ലിങ് ആവുകയും ചെയ്യുന്നില്ല. ഡോക്ടർ സംഗീതയുടെ നമ്പർ കർണാടക ഭാഗത്തുള്ള രീതിയിലുള്ള കന്നഡ സംസാരിക്കുന്ന റിംഗ് ടോണും മറ്റേതുമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഏതായാലും ഇവർ ഇതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ സന്നദ്ധമല്ല. അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന തോന്നൽ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇല്ലെങ്കിൽ ഇതിനകം തന്നെ അവർ കൃത്യമായ കാര്യങ്ങളുമായി രംഗത്ത് വരേണ്ടതാണ്. പ്രിൻസിപ്പലുമായി ഞാൻ അല്പസമയം മുൻപ് സംസാരിച്ചു. അദ്ദേഹം മാനേജ്മെൻറ്റ് കമ്മിറ്റിയുമായി ഒരു യോഗം ചേരാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹം ഹെഡ് ചെയ്യുന്ന ഡോക്ടർ വിനോദ് ഹെഡ് ചെയ്യുന്ന 6 അംഗ സമിതിയാണ് അന്വേഷിക്കുന്നത് എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുന്നതിന് വേണ്ടി മാനേജ്മെൻറ്റിൻ്റെ യോഗം ചേരുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം ആ യോഗം ആരംഭിക്കും. എവിടെയാണ് യോഗം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നില്ല. സ്വാഭാവികമായും ഇത്രയും ഗുരുതരമായ പ്രശ്നങ്ങൾ വരികയും ഇത്രയും മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പോലീസും കേസും അന്വേഷണങ്ങളും എല്ലാം തന്നെ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ അവരുടെ ദുരൂഹത അതുപോലെ തന്നെ തുടരുകയാണ്. ഒട്ടും സുതാര്യമായ രീതിയിലല്ല അവർ ഈ അന്വേഷണം നടത്താൻ വേണ്ടി പോകുന്നത് എന്ന സൂചന പോലും നമുക്ക് ഇതിനകത്ത് നിന്ന് ലഭിക്കുന്നു. സുതാര്യമായല്ല അന്വേഷണം നടത്താൻ പോകുന്നത് എന്ന സൂചന വരുന്നു. ഏത് നിലയിൽ പൊതുസമൂഹത്തിന് ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്, സംവിധാനങ്ങളുടെ ഇടപെടൽ ഉണ്ടാകേണ്ടതുണ്ട്. നെഞ്ചുപൊട്ടി വിലപിക്കുകയാണ് ഒരു കുടുംബമാകെ. വിജയൻ, തീർച്ചയായും അതെ. കാരണം അത് അങ്ങേയറ്റം നമുക്ക് സാമാന്യമായ ഒരു മനുഷ്യനും താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. കാരണം വളരെ പ്രതീക്ഷയോടുകൂടി ഒരു നിർധനായ ഒരു കുടുംബം അവരുടെ മകനെ പഠിപ്പിക്കുന്നു, അവർ രക്ഷപ്പെടും എന്നുള്ള രീതിയിൽ അവർ അതിനുവേണ്ടിയുള്ള ധനസമാഹരണം നടത്തുന്നു. അവരുടെ മറ്റ് താല്പര്യങ്ങളും സന്തോഷങ്ങളും സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം മാറ്റിവെച്ച് പണം കണ്ടെത്തി ആ കുട്ടിയെ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കുട്ടിക്ക് സ്വാഭാവികമായും ഉണ്ടാകുന്ന 2 രീതിയിലുള്ള സമ്മർദ്ദമുണ്ട്. ആ സമ്മർദ്ദത്തെ ഉൾക്കൊള്ളുകയും അതിനനുസരിച്ച് ആ കുട്ടിയെ കൗൺസിൽ ചെയ്ത് നല്ലൊരു വിദ്യാർത്ഥിയാക്കി മാറ്റുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തമുള്ള ആൾക്കാരാണ് ഈ അധ്യാപകരെല്ലാം തന്നെ. കാരണം കേവലമായൊരു കോഴ്സല്ല, അങ്ങേയറ്റത്തെ പ്രൊഫഷണലായ ഒരു കോഴ്സാണ്. പൊതുസമൂഹത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങേയറ്റം ഉത്തരവാദിത്തമുള്ള ഒരു കോഴ്സാണ്, പ്രത്യേകിച്ച് ഈ ഡോക്ടർ എന്ന് പറഞ്ഞ പദവി ഉൾപ്പെടെ. അതുകൊണ്ട് അത്രമാത്രം ഉത്തരവാദിത്തമുള്ള അധ്യാപകരാണ് ഈ ചെയ്യുന്നത്. തികച്ചും മാനസിക വളർച്ചയില്ലാത്ത തികച്ചും വികലമായ കാഴ്ചപ്പാടുള്ള രീതിയിലുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. കുട്ടികളെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി കൂട്ടത്തോടെ കളിയാക്കുക, പിറകിൽ നിർത്തിക്കുക, അതിനുശേഷം ഉത്തരക്കടലാസിനും മറ്റു കുട്ടികളെ കാണിച്ച് കളിയാക്കുക, കുട്ടി എവിടെയാണ് പഠിച്ചതെന്ന് ചോദിക്കുക, മാനസികമായി ഏതെല്ലാം രീതിയിൽ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അത്രമാത്രം ചെയ്യുക. അതിനെല്ലാം ഉപരി കുട്ടിയുടെ ജാതി പറഞ്ഞ് കളിയാക്കുക. ഈ പൊതുസമൂഹത്തിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും നികൃഷ്ടമായ പ്രവർത്തനം എന്ന് കോടതി അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ജാതി പേര് വിളിച്ച് അധിക്ഷേപിക്കുക എന്നുള്ളത്. 100 വർഷം മുൻപ് കേരളം മറികടക്കാൻ ശ്രമിച്ച ആ ജാതി പേര് എന്ന ദുഷ്പ്രവണത ഇപ്പോഴും അധ്യാപകർ എന്ന രീതിയിൽ ഡോക്ടർ എന്ന പേര് മുന്നിൽ വെച്ച് നടത്തുന്ന ഇവരെല്ലാം തന്നെ കാണിക്കുന്നു എന്നത് എങ്ങനെയാണ് അതിനോട് മറുപടി പറയുക എന്നറിയില്ല. അതുകൊണ്ട് അത്രമാത്രം തരംതാണ രീതിയിൽ പ്രവർത്തിക്കുന്ന അധ്യാപകരായാണ് ഇപ്പോൾ പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ കുട്ടി ആരോപിക്കുന്ന അധ്യാപകരുടെ ഒരു രാവണൻ കോട്ടയാണത് എന്ന നിലയിൽ തന്നെയാണ് നേരത്തെയും വിവരങ്ങൾ വന്നിട്ടുള്ളത്. മാനസികമായി സമ്മർദ്ദമുണ്ടാക്കുക, പീഡിപ്പിക്കുക, എവിടെ പഠിച്ചു, കുടുംബ പശ്ചാത്തലം, വീട്, നാട്, ഇവയെല്ലാം അവിടുത്തെ പരിഗണനാ വിഷയമായി മാറുക, അതിൻ്റെ പേരിൽ ആക്ഷേപിക്കുക, അപമാനിക്കുക, മാർക്ക് കുറഞ്ഞാൽ മറ്റു കുട്ടികൾക്ക് മുന്നിൽ ആ മാർക്ക് പറഞ്ഞ് കളിയാക്കുക, അങ്ങനെ മാനസികമായി പീഡിപ്പിക്കാൻ കഴിയുന്നതിൻ്റെ അങ്ങേയറ്റം പീഡിപ്പിക്കപ്പെട്ടു ഈ കുട്ടികൾ എന്നതാണ് അവിടെ നിന്ന് വരുന്ന വിവരങ്ങൾ. ഇപ്പോൾ